ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ജെആറിന് വളരെ ഗൗരവമുള്ള കേസാണ്. അതിനെല്ലാം ഇവിടെ നിയമമുണ്ടല്ലോ. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ തടയാൻ നമ്മുടെ ആളുകളുണ്ടല്ലോ. അവര് കമ്പനി നടത്തിക്കൊണ്ട് പോകില്ലേ? എന്തായാലും അവരെല്ലാം കൂടെ വരട്ടെ, എന്നിട്ട് നമ്മുടെ തീരുമാനം നമുക്ക് കമ്പനിയെ അറിയിക്കാം. ഈയോടാ ഈ ഒരു തീരുമാനം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. മോനെ, ഇവരീ പറയുന്ന ജെആർ അയാളെ ഒന്ന് നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്തായാലും അയാൾ വരട്ടെ. നമുക്കെല്ലാവർക്കും കൂടി അയാളോട് സംസാരിച്ചു നോക്കാം. ഞാൻ പറഞ്ഞോളാം. നന്മ ഹരിയുടെ കർഷക സംഘം അവരുടെ നിലപാട് എന്താണെന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞില്ലേ. ഇനി എന്താണ് നമ്മുടെ മൂവ്മെന്റ്? നടപടി ഉടനെ വേണോ സർ? തീർച്ചയായിട്ടും. ഇര കുടുങ്ങി കഴിഞ്ഞാ പിന്നെ ഉടനെ അതിനെ തിന്നണം. അങ്ങനെയല്ലേ ജയാറും പറഞ്ഞേക്കുന്നേ. എക്സാക്ട്ലി. ചിലപ്പോ അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വേറൊന്നുമില്ല, ആവശ്യമുള്ളവരും ഇല്ലാത്തവരും സംഘടിക്കുന്ന അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. യു മീൻ പ്രതിഷേധം, ജാഥ? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കർഷകരുടെ കാര്യമായതുകൊണ്ട് മീഡിയാസിനൊക്കെ അതൊരു പ്രത്യേക ഉണർവായിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കില്ല സാർ. നമ്മൾ പണം കൊടുത്തിരിക്കുന്നു, നമ്മൾ പണം തിരിച്ചെടുക്കുന്നു. മാറ്റർ തന്നെ. വിപിൻ കാര്യം പറഞ്ഞപ്പോ ഞാൻ അത് ജെആറിന് ഫോർവേഡ് ചെയ്തു. ജെആർ വരുന്നുണ്ടോ? യെസ്. ഇത്ര പെട്ടെന്ന് ജെആറിന്റെ വരവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ്. സാധാരണ എത്ര നടപടിക്ക് ജെആർ നേരിട്ട് വരാറില്ല, പക്ഷെ ഇപ്പൊ വരും. ജെആറിനെ നമ്മുടെ പാർട്ട്നേഴ്സ് പലരും കണ്ടിട്ടില്ല. വിപിൻ ദൈവവിശ്വാസിയാണോ? അതെ. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ജെആറിനെ മതി, പക്ഷെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. എനിവേ, ഹീസ് ഓൺ ദ വേ. റിയലി? യെസ്. ഡയറക്ട്ലി ജെആർ ഹരിയുടെ അടുത്തേക്കാ വരുന്നേ. സോ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഇനിയെല്ലാം ജെആർ വന്നിട്ട്. ഹരി, പോരുമ്പോ ഞാൻ ഇവരോട് സംസാരിച്ചിരുന്നു. ഹരി എടുക്കുന്ന ഒരു തീരുമാനത്തിനും ഇവർക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. ഹരി, വീണ് കിടക്കുന്ന ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടാ ഹരി വന്നത്. ഓരോ ഓണെങ്കിലും നിറച്ചുണ്ടത് മോൻ കാരണ. ഹരിയുടെ കൂടെ ഞങ്ങളെ എപ്പോഴും കാണും. മോനെ, ഞങ്ങൾക്ക് കടവും ബാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും 2 സെന്റും 3 സെന്റും ഒക്കെ വെച്ചുണ്ട്. അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് മോനെടുത്താ പോലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഏയ്, അതൊന്നും വേണ്ടമ്മേ. ഇതിപ്പോ അല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കാൻ നോക്കാം. എന്റെ വസ്തുവകകളും ഈടുവച്ചിരിക്കല്ലേ, അത് പോയാ കോട്ടയെന്ന് വെക്കും. നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാനൊരു തീരുമാനം പറയാം. നമുക്കെതിരെ കമ്പനി നിയമ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ തടയാൻ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ അവര് കേസ് കൊടുത്തതിന്റെ പേരില് നമ്മള് പാടത്തിറങ്ങുന്നതോ മറ്റോ തടയാൻ ശ്രമിച്ച അത് നമ്മൾ പ്രതിരോധിക്കണം. അല്ല, ഈ ജെആർ എന്നൊരാളെ കുറിച്ച് അവര് വാദോരാതെ പറയുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അയാളുടെ എഴുന്നള്ളത്ത് ഒരു പക്ഷെ ഉണ്ടാവും. അങ്ങനെയുള്ളവര് എല്ലാരെയും അടിച്ചമർത്താന്ന് പറഞ്ഞിട്ടാ വരിക.
അങ്ങനെ ഒരു വരവ് വന്നാ ദേ നിങ്ങൾ തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങള് പാടത്ത് തന്നെ ഉണ്ടാവും. ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഒരാളും പാടത്തേക്ക് ഇറങ്ങില്ല. ആ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. അവർക്ക് പിൻബലം ഒരുപാടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ആലോചിച്ചിട്ടേ മറുപടി പറയാവൂ. എനിക്കിനി എങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. മതി, നിങ്ങളുടെ ഐക്യവും പിന്തുണയും മതി. ഇനി ജയാറല്ല, അതിന് മുകളിൽ ഏത് കൊല കൊമ്പൻ വന്നാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ, എല്ലാവരും ഉണ്ടല്ലോ. ജയാർ വരുന്നുണ്ട്. ഇതിനു മുൻപ് ഇത്തരം പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അവരെ ഒന്നും കാണാൻ ജയാർ നേരിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ വരവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഇത് ജയാറിന് വളരെ ഗൗരവമുള്ള കേസാണ്. ജയാർ Yes, this is one and only JR. മധുര നൊമ്പര കാറ്റ്